ദാസൻ ഇത് കൊണ്ടുപോവാണ്. എതിർക്കാൻ ധൈര്യമുണ്ടെങ്കിൽ മുമ്പോട്ട് വരാം. ഇന്ന് എൻ്റെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. 3 വർഷമായി ബിനാഗുഡി ക്യാൻറ്റീനിലുണ്ടായിരുന്ന എൻ്റെ അവസാനത്തെ പ്രഭാതം. ഡൽഹി എന്നൊരു മെഗാലോപോളിസിൽ നിന്നും ഈ സാധാരണ നാട്ടിൽ ഞാൻ ഡ്യൂട്ടിക്ക് വരുമ്പോൾ ആദ്യമൊക്കെ വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കുറച്ച് മാസങ്ങളെടുത്തു എനിക്ക് ഇവിടമായി ഒന്ന് ഒത്തുചേരാൻ. എൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു പങ്ക് ബിനാഗുഡി വഹിച്ചിട്ടുണ്ട്. ആ ഓർമ്മകളോടും ഇനി യാത്ര പറയുകയാണ്. ഒരു പട്ടാളക്കാരൻ്റെ ജീവിതം എപ്പോഴും ഈ റക്സാക്കിലാണ്. എപ്പോൾ വേണമെങ്കിലും പോകാം എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് ഇത് തരുന്നത്. പക്ഷേ ഇന്ന് ഈ ബാഗ് മടക്കി വെക്കുമ്പോൾ മനസ്സിനൊരു പ്രത്യേക ഭാരമുണ്ട്. ഇത്രയും കാലം എൻ്റെ വീടായിരുന്ന ഈ മുറിയോടും ഇന്ന് ഞാൻ വിട പറയുകയാണ് എന്നുള്ള ഒരു ഭാരം. ഇതാണ് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട വസ്ത്രം. ഈ യൂണിഫോം തന്ന ധൈര്യവും അഭിമാനവും ജീവിതത്തിൽ ഒന്നിനും പകരം വയ്ക്കാനാകില്ല. ഈ യൂണിഫോമിൽ ബിനാഗുഡിയിൽ ക്യാമ്പിലൂടെയുള്ള എൻ്റെ അവസാനത്തെ ദിവസം. ബിനാഗുഡി എന്ന സ്ഥലം ഒട്ടുമിക്ക മലയാളികൾക്കും പരിചയമില്ലായിരിക്കും. എന്നാൽ ഈ സ്ഥലത്തിനെക്കുറിച്ച് പറഞ്ഞേക്കാം. ഇത് ചിക്കൻ നെക്ക് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന സ്ഥലത്തിൻ്റെ ഭാഗമാണ്. വെസ്റ്റ് ബംഗാളിൻ്റെ ഒരു ബോർഡറാണ്. ആസാമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട് ബോർഡർ, സിക്കിമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഭൂട്ടാൻ, ബംഗ്ലാദേശ് ഒക്കെ നിയർ ബൈ ആണ്. ഈ നാടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കാട്ടാനയാണ്. എപ്പോഴും കാട്ടാനകളുടെ കൂടെയുള്ള വാസമാണ് മെയിനായിട്ട്. ജാഗറുണ്ട്, ലെപ്പാഡുണ്ട്. പക്ഷേ കാട്ടാനയാണ് ഈ നാടിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത്. ക്യാമ്പിലും പരിസരത്തും എപ്പോഴും വന്നു പോകുന്ന ആനകൾ ഇവിടുത്തെ ഒരു സ്ഥിരം കാഴ്ചയാണ്. അതുകൊണ്ട് തന്നെ പോസ്റ്റിംഗ് ഔട്ടായി ഞാൻ പോകുമ്പോൾ എനിക്ക് സഹപ്രവർത്തകർ തന്ന ഏറ്റവും വിലപ്പെട്ട സമ്മാനം ഈ ഒരു വെങ്കലത്തിൽ പൊതിഞ്ഞ ഈ ആനയുടെ പ്രതിമയാണ്. ബിനാഗുഡിയിലെ ഓരോ ഓർമ്മകളും ഈ പ്രതിമ പോലെ എന്നും എൻ്റെ മനസ്സിൽ തിളങ്ങി നിൽക്കും. ഇത്രയും കാലം തോളോട് തോൾ ചേർന്ന് നിന്ന എൻ്റെ സഹപ്രവർത്തകരോടും ഈ മണ്ണിനോടും വിട പറയേണ്ട സമയം. എല്ലാവരും ബൈ പറഞ്ഞ് അവിടെ നിന്ന് അയച്ചിട്ടും എനിക്ക് വേണ്ടി തിരിച്ചു വരുന്നത് എൻ്റെ എയർപോർട്ട് റൂമിൽ വെച്ച് മറന്നു. എവിടെ പോയാലും എന്തെങ്കിലും മറക്കുന്നൊരു സ്വഭാവം എനിക്ക് പണ്ടേ ഉള്ളതാണ്. സന്തോഷവും സങ്കടവും ഒരുപോലെ മനസ്സിൽ നിറയുന്ന സമയം. ബിനാഗുഡിയോട് യാത്ര പറയുകയാണ്. ഇവിടുത്തെ സൗഹൃദങ്ങളും ഡ്യൂട്ടിയും ആനകളുടെ ഓർമ്മകളും എല്ലാം എൻ്റെ കൂടെ ഉണ്ടാകും. പുതിയൊരു യാത്രയിലേക്ക്, പുതിയൊരു ജീവിതശൈലിയിലേക്ക് കൂടെ ഉണ്ടാവുക, കൂടുതൽ യാത്രകളിലേക്ക്. ബൈ.